ഉച്ചവെയിൽ കൃഷ്ണപ്പാട്ട് വായിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എഴുതിയ ലേഖനം. ഉഷ്ണതരംഗമായി മാറിക്കഴിഞ്ഞ വേനലിനെക്കുറിച്ച് പറയുമ്പോൾ ചെറുശ്ശേരിയുടെ ഗ്രീഷ്മവർണ്ണന നിലവിൽ വരുന്നു. കാവ്യാദർശത്തിൽ ദണ്ഡി പറഞ്ഞ മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ കാവ്യഗ്രന്ഥങ്ങൾ 5-6 സംസ്കൃതത്തിലുണ്ട്. എന്നാൽ ആദ്യ മഹാകാവ്യമായി കരുതുന്ന രാമചന്ദ്രൻ വിലാസം തൊട്ടിങ്ങോട്ട് മലയാളത്തിൽ പ്രസിദ്ധീകൃതമായ ഗ്രന്ഥങ്ങളൊന്നും തന്നെ പൂർണ്ണമായും മഹാകാവ്യത്തിന് ലക്ഷ്യമാകുന്നില്ല. ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ടാകട്ടെ ഈ കാവ്യലക്ഷണം പലതും പാലിക്കുന്നുമുണ്ട്. മഹാകാവ്യമായി പരിഗണിച്ചില്ലെങ്കിലും മഞ്ജരി എന്ന ഏകവൃത്തത്തിലെ ഈരടികൾ കൊണ്ട് മാത്രം മഹാകാവ്യ ലക്ഷണമായ സംസ്കൃത വൃത്ത വൈവിധ്യത്തെ മറികടക്കാൻ കൃഷ്ണഗാഥക്കായി. കാവ്യമായില്ലെങ്കിലും അത് പാട്ടായി. ചെറുശ്ശേരി ഒറ്റകൃതി കൊണ്ട് മഹാകവിയുമായി. തീക്കും തന്നുള്ളിലായി തോന്നുമാറായിതേ തീക്കായ വേണം എനിക്കുമെന്ന് ഹേമന്ത കുളിരിനെയും ജീവനമാകയാൽ പീയൂഷമാകുന്ന ജലം നൽകി ലോകാതപം തീർത്ത് തളർന്നുപോയ മേഘത്തെയും ഒക്കെ വർണ്ണിക്കുന്ന ഋതുവർണ്ണനകളാണ് കൃഷ്ണഗാഥയുടെ വലിയ ആകർഷണം. കാളിദാസന്റെ ഋതുസംഹാരത്തിലും മേഘസന്ദേശത്തിലും രഘുവംശത്തിലുമൊക്കെ 2 സഹസ്രാബ്ദം മുമ്പത്തെ ഹിമാലയൻ മധ്യേന്ത്യൻ ഋതുചര്യകൾ അടയാളപ്പെടുത്തുന്നതുപോലെ കേരളത്തിന്റെ 100 കൊല്ലം മുമ്പത്തെ ദിനാവസ്ഥയെയും കാലാവസ്ഥയെയും അടയാളപ്പെടുത്തുന്നുണ്ട് കൃഷ്ണഗാഥയിലൂടെ ചെറുശ്ശേരി. വൃന്ദാവനത്തിലെ കൃഷ്ണലീലകൾ വിവരിക്കുന്ന ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് വിഷയമെങ്കിലും കേരള പ്രകൃതിയാണ് ചെറുശ്ശേരിയുടെ കഥന പശ്ചാത്തലം. വേനൽ കനക്കുന്ന ഈ ഏപ്രിലാം ക്രൂരമാസത്തിൽ പോയ കാലത്തിൻ്റെ ചൂടും തണുപ്പുമറിയാൻ കൃഷ്ണപ്പാട്ടിലെ കാളിയമർദ്ദനം തൊട്ടിങ്ങോട്ട് 5-6 സർഗങ്ങൾ വായിച്ചാൽ മതി. നഗരാർണവ ശൈലർത്തു ചന്ദ്രോർക്കോദയ വർണ്ണനൈ എന്ന മഹാകാവ്യ ലക്ഷണമനുസരിച്ച് മലയാള നാട്ടിൽ അനുഭവവേദ്യമായ വേനൽ, മഴ, ഹേമന്തം, ശരത്ത് കാല ഋതുക്കളെ വിവരിക്കുന്നുണ്ട് കൃഷ്ണപ്പാട്ട്. ഊഷ്മളത കൊണ്ട് വരട്ടിച്ചമച്ച ഗ്രീഷ്മകാലത്തിൻ്റെ വർണ്ണന കൃഷ്ണഗാഥയിൽ തുടങ്ങുന്നത് തന്നെ ഏത് ആഗോളതാപനത്തിനും മരമാണ് മറുപടി എന്ന സൂചനയോടെയാണ്. കണനാകുന്ന മരവും അതിൽ പടർന്ന വല്ലവികളാം വള്ളികളും ചേർന്ന് തീർക്കുന്ന തരുച്ഛായയിലേക്കാണ് ഗ്രീഷ്മം കടന്നു വരുന്നത്. പരിസര പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ വള്ളികളും മരങ്ങൾക്കൊപ്പം തന്നെ തണലും തണുപ്പും നൽകുന്നുണ്ട്. വൃക്ഷവിധാനത്തോളമോ അതിൽ കൂടുതലോ ഇലോപരി വിസ്തീർണമുണ്ട് വെമ്പാട് വള്ളിക്കും കാക്കമഞ്ചാടിക്കുമൊക്കെ. കണ്ണനാകും മരത്തിൽ പടരാതെ തന്നെ ഉയർന്നു പൊന്തി ഒറ്റക്കു നിൽക്കുന്ന ധാരാളം ദാരുലതകളുമുണ്ട് നമ്മുടെ കാടുകളിൽ. പലപ്പോഴും വള്ളികൾ തന്നെ പരസ്പരം താങ്ങാവുന്നു. വല്ലഭനില്ലാതെയും വല്ലവീ വല്ലികൾക്ക് പരസ്പരം താങ്ങായി സ്വതന്ത്ര ജീവിതം സാധ്യമാണെന്ന പ്രകൃതി പാഠം. താപം കൊണ്ടെല്ലാവരും വേവുറ്റ് കാവിലും വാപിതൻ തീരത്തും ആശ്രയം തേടി. നാരികൾ കാമുകന്മാരുമായുള്ള ലീലാവിലാസങ്ങൾ വെള്ളത്തിലേക്ക് മാറ്റി. ആലവട്ടങ്ങൾക്ക് ചാലച്ചുഴന്ന് ദിനമേറും തോറും ആലസ്യം ബാധിച്ചു. അതായത് കറങ്ങി പങ്കയുടെ കാറ്റുപോയി. എപ്പോഴും അടഞ്ഞുകിടന്ന ജനലുകൾ എല്ലാവരും മലർക്കെ തുറന്നിട്ട് തുടങ്ങി. അടച്ചുറപ്പുള്ള പല വീടുകൾക്കും ജനലുണ്ടെന്ന് തന്നെ ബോധ്യം വന്നതും അതാദ്യമായി തുറന്നിട്ടതും ഈ വേനൽക്കാലത്താണല്ലോ. വാതായനങ്ങൾക്ക് സേവകൾ ചെയ്യുകയാൽ പ്രാഭവം ഉണ്ടായി എന്ന് ചെറുശ്ശേരി എഴുതിയത് ജനലിൻ്റെ ഈ ഗമ കണ്ടിട്ട് തന്നെ. ചൂടുകുരു മാറ്റാൻ ബാലികമാർ മാറിടത്തിൽ ചന്ദനം അരച്ചിട്ടു. പാനീയശാലകൾ മാനിച്ചു നിന്നു. ശീതളപാനകങ്ങൾക്ക് ആവശ്യമേറി. വെള്ളം കൊത്തിക്കുടിക്കുവാനാവാത്ത വേഴാമ്പലിൻ്റെ കാര്യം അനുദിനം കഷ്ടത്തിലായി. വേനലിൽ വസന്തം വിരിയിക്കുന്ന നെന്മേനി വാകകൾ മാത്രം ഉന്മേഷം കൊണ്ട് പൂത്ത് മണം പരത്തി. മാരനെ ഗാഠമായി തന്നെ ആലിംഗനം ചെയ്തോളൂ, വിയർപ്പാറ്റ ഞാനില്ലേ എന്ന് മന്ദമാരുതൻ അന്തിയിൽ ഓരോരോ വീട്ടിലും ചെന്ന് പെണ്ണുങ്ങളോട് സ്വകാര്യം പറഞ്ഞു. പുതിയ കാലത്തെ വാർപ്പ് വീടുകൾ കോൺക്രീറ്റ് ചൂളയാകുന്നത് പോലെ ആശിച്ചു പണിത മച്ചകങ്ങൾ മടുപ്പിൻ്റെ കൂടായി. പുതപ്പെന്ന് കേൾക്കുമ്പോഴേ ഉൾച്ചൂട് കൂടാൻ തുടങ്ങി. വെറും നിലത്ത് ചന്ദ്രപ്രകാശമേറ്റ് ആകാശം നോക്കി കിടന്നു തുടങ്ങി സുന്ദരിമാരും അവരുടെ കാന്തന്മാരും. ചെറുശ്ശേരിയുടെ ജീവിതകാലത്തിന് ശേഷമാണ് പ്രകൃതിയിൽ മനുഷ്യൻ അപരിഹാര്യമായ നാശം വരുത്തി തുടങ്ങിയ മാനവ താന്തോന്നിത്വത്തിൻ്റെ ആന്ത്രോപോസിൻ കാലം തുടങ്ങുന്നത്. കൊളോണിയൽ ചൂഷണങ്ങളുടെയും വ്യവസായ വിപ്ലവത്തിൻ്റെയും ഒക്കെ തുടർച്ചയാണ് അതിൻ്റെ പൂർവാശ്രമം. 1952 മുതലാണ് ഈ മാനവ സമഗ്രാധിപത്യ കാലം കണക്കാക്കേണ്ടത് എന്നാണ് പുതിയ വാദം. അതെന്തായാലും വ്യവസായ വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ 1850കളിൽ
0.06 ആയിരുന്ന താപനില വർധനവ് 1982 ആയപ്പോൾ 3 ഇരട്ടി വർദ്ധിച്ച് 0.20 സെൻറ്റിഗ്രേഡായി മാറി. 2014-2023 10 വർഷങ്ങളായിരുന്നു ചരിത്രത്തിലെ ചൂടൻ വർഷങ്ങൾ. 1850 മുതൽ 2023 വരെയുള്ള കാലത്തിനിടയിൽ 2023 ആയിരുന്നു ഏറ്റവും ചൂട് കൂടിയ വർഷം. 7 വർഷത്തിൻ്റെ ഇടവേളകളിൽ ക്രിസ്തുമസ് കാലത്ത് പസഫിക് കടൽ സാമീപ്യമുള്ള മധ്യരേഖാ പ്രദേശത്ത് 3-4 ഡിഗ്രി സെൽഷ്യസ് താപം ഉയരും. അതിവർഷവും അതിതാപവും ഈ പ്രഭാവം കൊണ്ടുണ്ടാകും. ഇത് വായുപിണ്ഡത്തിൽ ഉണ്ടാക്കുന്ന സൈക്ലോണിക് ചലനങ്ങൾ മഴമേഘങ്ങളെ രൂപപ്പെടുത്തുന്നു. എൽനിനോ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ഇതിൻ്റെ വിപരീതമാണ് ലാ നിന എന്ന സമുദ്രതല ശൈത്യാവസ്ഥ. സ്പാനിഷ് സഞ്ചാരികളാണ് ബാലകനെന്നും ബാലികയെന്നും അർത്ഥം വരുന്ന ഈ പേരുകൾ നൽകിയത്. 2023 ഒരു എൽനിനോ വർഷമായിരുന്നു. അതിൻ്റെ അതിവ്യാപനമാണ് 2024 തുടരുന്നത്. ചെറുശ്ശേരി കാലത്ത് മാത്രമല്ല, വ്യവസായ വിപ്ലവാനന്തരമുള്ള 2.5 നൂറ്റാണ്ട് കാലത്തും ചൂടിനെ വെള്ളത്തിൽ മുങ്ങിയും കാവിൽ പതുങ്ങിയും നടക്കാവ് വെച്ച് തണൽ വിരിച്ചും വിശറി കൊണ്ട് വീശിയും തണ്ണീർ പന്തലുകളിലെ സംഭാരം കുടിച്ചും തന്നെയാണ് ആളുകൾ അകറ്റി നിർത്തിയിരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും അതിജീവിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ചൂട് പെരുകി ഉയർന്നതാണ് സമീപ വർഷങ്ങളിൽ ജീവിതം ദുഷ്കരമാക്കിയത്. ഭൂമിയുടെ പനിക്ക് നിദാനം എന്തെന്നതിനെക്കുറിച്ച് ഇന്ന് ആർക്കും സംശയലേശമില്ല. ഇതുവരെ ഉച്ചരിക്കപ്പെട്ട ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വാക്കുകളുടെ ഘർഷണം കൊണ്ട് തന്നെ ഭൂമി ഒട്ടൊന്ന് ചൂടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല. 2050 ആകുമ്പോഴേക്കും 1.5 ഡിഗ്രി സെൽഷ്യസ് താപം കൂടുമെന്നാണ് കരുതപ്പെടുന്നത്. പവിഴപ്പുറ്റുകളുടെ നാശവും അന്റാർട്ടിക്കയിലെ മഞ്ഞുരുകലും പോലെ പല പാർശ്വഫലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുശ്ശേരിയുടെ തട്ടകമായ ചിറക്കലിനടുത്താണ് കളരിവാതുക്കൽ കാവ്. ആ കാവിൻ്റെ കുളിരറിഞ്ഞാകണം ഗ്രീഷ്മതാപത്തിൽ എല്ലാവരും കാവ് തണൽ തേടിയെന്ന വരി ഗാഥാകാരൻ സൃഷ്ടിച്ചത്. കാടും കാവുമെല്ലാം നിന്ന് കത്തുകയാണ്. ഇതെഴുതുമ്പോൾ കരിവള്ളൂരിലെ മൂകാംബികക്കാവ് കത്തിക്കൊണ്ടിരിക്കുന്നു. തീ പടർന്നതോ പടർത്തിയതോ ആകാം. ശുദ്ധ ജലച്ചതുപ്പ് കാവ് മിരിസ്റ്റിക്ക സാമ്പ് എന്ന വനട്ടൈപ്പാണ് ഈ കാവ്. സദാ വെള്ളം നിറഞ്ഞ ചതുപ്പിൽ വളരുന്ന തനത് സസ്യങ്ങളാണ് ഇവിടെ 90%. ഇപ്പോൾ സമീപത്തെ തോട് വറ്റി. ശൂലാപ്പ് കാവിൽ നിന്നും വരുന്ന കൗവായി പുഴയുടെ കൈവഴിയായ ചെറുതോട്. ജലസ്പർശമറ്റ കാട് കത്താൻ തുടങ്ങി. പച്ചവെള്ളത്തിന് തീപിടിച്ച പോലെയെന്ന് മുടിയേറ്റിലെ കൂളി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാവുകയാണ്. അട്ടപ്പാടിയിലും വയനാട്ടിലുമെല്ലാം കാട്ടിൽ തീപ്പടരുന്ന വാർത്തകളും കേൾക്കുന്നുണ്ട്. കാലാവസ്ഥയുടെ കൃത്യതയായിരുന്നു കേരളീയ ജീവിതത്തെ സുസ്ഥിരവും ശാന്തിപൂർണവുമാക്കിയിരുന്നത്. മലബാർ ജില്ലാ കലക്ടറായിരുന്ന വില്യം ലോഗൻ 1887 മലബാർ മാനുവലിൽ എഴുതിയ ഒരു അനുഭവ സാക്ഷ്യം നമ്മുടെ കാലാവസ്ഥയുടെ പ്രവചന സ്വഭാവത്തെയും അത് മുൻനിർത്തി നാം ചിട്ടപ്പെടുത്തിയ ജീവിതചര്യകളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ലോഗൻ എഴുതുന്നു, ഒരു ഫെബ്രുവരി അവസാനത്തിലോ മാർച്ച് ആദ്യമോ ആണ്. കാലവർഷം എപ്പോഴുണ്ടാകുമെന്ന് ഒരാളോട് അന്വേഷിക്കാനിടയായി. അളന്നു മുറിച്ചതുപോലെ മറുപടി കിട്ടി. മാർച്ച് 22 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആദ്യത്തെ മഴച്ചാറൽ കിട്ടും. പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ. ഒരു ഊഹം വെച്ച് തട്ടിവിട്ടതല്ല. മാർച്ച് 22 സൂര്യൻ മധ്യരേഖ കടക്കുന്ന സമയമാണ്. രാവും പകലും തുല്യം. അന്ന് 2 മണി എന്നാൽ കടൽക്കാറ്റും കരക്കാറ്റും ഏറ്റുമുട്ടുന്ന സുനിശ്ചിതമായ സമയം. ആ സമയമെത്തുമ്പോൾ കിഴക്കൻ മലയോരങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ഇടിമുഴക്കങ്ങളുടെ പ്രതിധ്വനി കേൾക്കാം. പിന്നീട് മഴയും. ദിനാവസ്ഥയുടെയും കാലാവസ്ഥയുടെയും ഈ ഒരു പ്രവചന സ്വഭാവമാണ് പ്രാകൃതികവും മനുഷ്യകൃതവുമായ അനേക കാരണങ്ങൾ കൊണ്ട് തകിടം മറിഞ്ഞത്. തീരപ്രദേശത്തെ ദൈനംദിന താപനിലയുടെ വാർഷിക ശരാശരി 27.2 സെൻറ്റിഗ്രേഡ് ആണെന്നും ഇത് 32.2 ഡിഗ്രിയിൽ കവിയുന്നതും 21.1 ഡിഗ്രിയിൽ കുറയുന്നതും അത്യപൂർവമാണെന്നും ലോഗൻ പറയുന്നു. 1.5 നൂറ്റാണ്ടിനിപ്പുറത്ത് ഈ താപനില 40 ഡിഗ്രി സെൽഷ്യസ് കവിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൻ്റെ പാരമ്പര്യ കൃഷി അറിവുകൾ ഒക്കെയും പ്രവചനീയമായ ഈ കാലാവസ്ഥാ കൃത്യതയെ മുൻനിർത്തിയുള്ളതായിരുന്നു. അത്തമുഖത്ത് എള്ളെറിഞ്ഞാൽ ഭരണിമുഖത്ത് എണ്ണയെന്നും കുമ്പപ്പറ കുടത്തോളമെന്നും തിരുവാതിര തിരിമുറിയാതെ എന്നും കൃഷികാലത്തെയും മഴ രീതിയെയും കുറിച്ചുള്ള പാരമ്പര്യ അറിവുകൾ ചൊല്ലുകെട്ടി സൂക്ഷിച്ചു തലമുറകൾക്ക് കൈമാറി നമ്മുടെ കർഷക പൂർവികർ നേരവും കാലവും നോക്കി വിത്ത് വിതക്കാനും വിളകൾ കരുത്തോടെ വളരാനും കീടബാധ ഏൽക്കാതിരിക്കാനും വളം ചെയ്യാനുമുള്ള നാട്ടുകലണ്ടർ ഞാറ്റുവേലയെ മുൻനിർത്തി പണ്ടത്തെ ഓരോ കർഷകനും അവൻ്റെ മനസ്സിൻ്റെ ചുമരിൽ തൂക്കിയിട്ടിരുന്നു. ഞായറിൻ്റെ വേലയാണ് ഞാറ്റുവേല.
ഞായർ സൂര്യനാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്ന പ്രദക്ഷിണ പാതയെ 13.5 ദിവസമുള്ള 27 സമഭാഗമാക്കി അവയെ ഓരോന്നിനെയും ഓരോ ഞാറ്റുവേലയാക്കിയിരുന്നു പ്രാചീന ജ്യോതിശാസ്ത്രം. സൂര്യന്റെ സമീപസ്ഥ നക്ഷത്രത്തിന്റെ പേരിലാണ് ഞാറ്റുവേല അറിയപ്പെടുന്നത്. മേടം 1 അശ്വതിയിൽ തുടങ്ങുന്നു ഞാറ്റുവേല. കാലഗണനയ്ക്കപ്പുറത്ത് ജീവനവും അതിജീവനവും തന്നെ കുറിച്ചിട്ട ഞാറ്റുവേല കലണ്ടറുകൾ നിഷ്പ്രയോജനമാക്കി എന്നതാണ് മനുഷ്യകുലത്തിന്റെ സ്വയംകൃതാനർത്ഥങ്ങളായ ആഗോളതാപനവും അനുബന്ധ ദുരന്തങ്ങളും നരവർഗ പരിസ്ഥിതിയോട് ചെയ്ത ഏറ്റവും ക്രൂരമായ ഒരു കെടുതി. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും സമുദ്രവ്യാപനവും ആഗോള വിഷയമായി പല പല ഉച്ചകോടികളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ ദുരന്ത ഫലങ്ങളാൽ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ തുടച്ചു നീക്കപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൂർവ്വ ശാന്തസമുദ്രത്തിൽ പ്രതീക്ഷിക്കാതെ ഉടലെടുത്ത ഒരു എൽനിനോ ലാനിനോ ദ്വന്ദ്വ പ്രതിഭാസം മതി കുട്ടനാട്ടിൽ ജീവൻ കൊടുത്ത് നെല്ല് വിളയിച്ച ഒരു കർഷകനെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ എന്നായിരിക്കുന്നു. 2016 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളം തന്നെയാണ് 18നും 19ലും പ്രളയത്തിൽ ആണ്ട് മുങ്ങിയത്. ജീവജാതികളുടെ വംശഹത്യയായും മാരക രോഗങ്ങളുടെ അണുപ്രസരണമായും ഒക്കെ സമീപകാലത്ത് വമ്പുകാട്ടിയ കാലാവസ്ഥാ വ്യതിയാനം ഈദൃശ ദുരന്തങ്ങൾ കേരളത്തിലും വരുത്തിവെക്കുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനമാണ് സമീപകാല കേരളത്തിലെ ശ്രദ്ധേയമായൊരു പാരിസ്ഥിതിക വ്യതിയാനം. കമ്മ്യൂണിസ്റ്റപ്പയും അരിപ്പൂച്ചെടിയും പാർത്തേനിയവും ഒക്കെ 19 കൊല്ലം മുമ്പേ തന്നെ കേരളത്തിൽ തനത് സ്പീഷീസുകൾക്ക് ഭീഷണിയായിട്ടുണ്ടെങ്കിലും ധൃതരാഷ്ട്രപ്പച്ചയും ശീമപ്പൊന്നാങ്കണ്ണിയും അസസ്റ്റേഷ്യ മക്കറാന്തയും ഒക്കെ ഇന്ന് മുമ്പില്ലാത്ത വിധം അവിശ്വസനീയമായ വിധം തദ്ദേശീയ സ്പീഷീസുകളെ വിഭാടനം ചെയ്തുകൊണ്ട് പടരുകയാണ്. തീർച്ചയായും കാലാവസ്ഥാ മാറ്റം ഇവയുടെ വ്യാപനത്തിന് ഉത്തോലകമാകുന്നുണ്ട്. പശ്ചിമഘട്ട വനങ്ങൾ പോലും ഇന്ന് ഇത്തരം അധിനിവേശ സസ്യ ഭീഷണിയിലാണ്. പശ്ചിമഘട്ട താഴ്വാരത്ത് ആർദ്രതയും താപനിലയും അനുസരിച്ച് അധിവാസമുറപ്പിച്ച രാജവെമ്പാലകളെ പോലുള്ള ശീതരക്തജീവികൾ ചൂടിൽ അളമുട്ടി സമീപസ്ഥലങ്ങളിൽ വീട്ടുതണുപ്പ് തേടി ക്ലോസറ്റിൽ വരെ എത്തിച്ചേർന്ന വാർത്തകൾ കൗതുക വാർത്തയല്ലാതായി തീർന്നിരിക്കുകയാണ് ഇന്ന്. സസ്യങ്ങൾ അജരങ്ങളാണ്, എന്നാൽ അവയും മലകയർ തുടങ്ങിയിരിക്കുന്നു. അടിവാരത്ത് അവ സ്വാഭാവികമായി വളർന്നിടത്ത് ചൂട് കൂടുമ്പോൾ അനുയോജ്യ സ്ഥലം നോക്കി അവ മേലേക്കു പടർന്നു തുടങ്ങുന്നു. ഇത്തരത്തിൽ മരങ്ങളുടെ ദേശാടനം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കിഴക്കൻ മലകളിൽ. ഒപ്പം മലകളിൽ ഏലവും റബ്ബറും കുരുമുളകും നട്ടവർ മലയിറങ്ങി വരികയുമാണ്. കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, അത് സൃഷ്ടിച്ച അസ്വാരസ്യത്താൽ കാടിറങ്ങി വരുന്ന വന്യജീവികളും അവൻ നിലനിർത്തിയ കൃഷി സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലിളക്കുന്നു. മഞ്ഞക്കൊന്ന നട്ടതും യൂക്കാലിത്തോട്ടവും ജലക്ഷാമവും ഒക്കെ വയനാട്ടിലെയും മറ്റും വന്യജീവി പ്രശ്നത്തിൻ്റെ കാരണമാണെങ്കിലും അടിസ്ഥാന കാരണം കാലാവസ്ഥയുടെ താളപ്പിഴകൾ തന്നെയാണ്. കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്നയ്ക്കാണ് മാറുന്ന കാലാവസ്ഥയുടെ സൂചിത ചിഹ്നമായി പ്രത്യക്ഷപ്പെടാൻ മിക്കവാറും യോഗം. സ്വന്തം വീട്ടുതൊടിയിലെ മരങ്ങളെ നിരീക്ഷിച്ചാൽ മതി ഓരോ കൊല്ലത്തെയും പ്രകൃതിയുടെ നിറം മാറ്റമറിയാൻ. മീനപ്പൂരത്തിന് ഇലകളെല്ലാം കൊഴിച്ച് നിറയെ പൂക്കുമായിരുന്ന വീട്ടുമുറ്റത്തെ കിളിതീനി മരം ഈ വർഷം ഒരു പൂപ്പോലുമില്ലാതെ ഇപ്പോഴും ഇലച്ചാർ തൂരിയെറിഞ്ഞ് നിൽക്കുകയാണ്. മുറ്റത്തെ കണിക്കൊന്ന ഉണങ്ങിയും പോയി. ചൂട് കൂടുന്നത്ര വൈദ്യുതോപയോഗവും കൂടുന്നു. മാർച്ച് മാസത്തിൽ തന്നെ പ്രതിദിന ഉപയോഗം ശരാശരി 90 മില്യൺ യൂണിറ്റായി. ഏപ്രിൽ 19 102.99 മില്യൺ യൂണിറ്റായിരുന്നു പ്രതിദിന ഉപയോഗം. ചൂടിന് നഗരമനുഷ്യനെ സംബന്ധിച്ച് ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രായോഗിക പരിഹാരം AC പിടിപ്പിക്കുകയാണ്. അതാണെങ്കിൽ കിട്ടാനേ ഇല്ലാതായിരിക്കുന്നു. വീടിനെ തണുപ്പിക്കാൻ മരങ്ങളും വള്ളികളുമാണ് പണവും വൈദ്യുതിയും വേണ്ടാത്ത ഏകമാർഗം. ആഗോള താപനത്തിന് കാടാണ് മറുപടി എന്ന വനം വകുപ്പ് മുദ്രാവാക്യം ഒരു കുറുന്തോട്ടി തൈ നട്ട് ഭൂമിക്ക് അതിൻ്റെ യൗവനം തിരിച്ചു നൽകാനാകുമെന്ന അമിതമായ ശുപാർശ നൽകുന്നുണ്ട്. ആഗോളതാപനത്തിന് കാടുകൂടി മറുപടിയാണ് എന്നതാകണമായിരുന്നു ശരിയായ മുദ്രാവാക്യം. കടലാണ് നമുക്ക് വേണ്ട ഓക്സിജൻ തരുന്നത് എന്നും കടൽപ്പായലുകളുടെ സംഭാവനയോളം വരില്ല ഉഷ്ണമേഖലാ മഴക്കാടുകളുടെ ഇലച്ചാർത്തുകളുടെ നെടുവീർപ്പിൻ്റെ ഓക്സിജൻ സംഭാവന എന്നതും ഇതുപോലെ ഭാഗികമായി മാത്രം ശരിയായിത്തീരുന്ന ശാസ്ത്ര നിരീക്ഷണമാണ്. കടൽ കാർബൺ ആഗിരണം ചെയ്യുന്നു എന്നതിന് കടലിൻ്റെ അമ്ലത കൂടുന്നു എന്ന പാർശ്വഫലം കൂടിയുണ്ട്. എന്നാൽ കാട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു എന്നത് നിർദോഷകരമായ സേവനമാകുന്നു. വനം വകുപ്പ് എന്ന ഏറ്റവും വലിയ ഭൂവുടമയുടെ അധീനതയിലുള്ള സ്ഥലത്തെയാണ് സാങ്കേതികമായി കാടായി നിർവഹിച്ചിരിക്കുക. എന്നാൽ റിസർവ് വനത്തിന് പുറത്തും വനത്തിൻ്റെ പാരിസ്ഥിതിക ധർമ്മം നിർവഹിക്കുന്ന സ്ഥലരാശികളും സൂക്ഷ്മ ആവാസ സ്ഥാനങ്ങളും ധാരാളമുണ്ട്.
ഔദ്യോഗികമായി വനേതരങ്ങളായ ഈ കാടിനെ നോക്കി ജഗതി സ്റ്റൈലിൽ ഈ കാടെല്ലാം ഫോറസ്റ്റ് ആണല്ലോ എന്ന് അത്ഭുതം കൂറാവുന്നതാണ്. കാവുകളും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽക്കാടുകളും ഇടനാടൻ ചെങ്കൽക്കുന്നിലെ മുൾക്കാടുകളുമെല്ലാം ഇതിൽപ്പെടുത്താം. കോടതി വ്യവഹാരങ്ങളിൽപ്പെട്ട് കാട് പിടിച്ചു കിടക്കുന്ന ചില ഇല്ലപ്പറമ്പുകളിലെയും തറവാട്ട് കൂട്ടുകുടുംബ സ്വത്തുക്കളിലെയും വന്യത കണ്ട് ഈ കേസ് ഒരിക്കലും അവസാനിക്കാതെ പോകട്ടെ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. വീട്ടുതൊടികളിൽ കാവ് പോലെ ചില പച്ചത്തുണ്ടുകൾ നിലനിർത്തുക എന്നതാണ് താപനത്തെക്കുറിച്ചുള്ള ആഗോള ചിന്തയ്ക്ക് പ്രാദേശികമായി ചെയ്യാവുന്ന പരിഹാര കർമ്മം. പാരിസ്ഥിതികമായ ആവശ്യത്തിനായി വീട്ടുപറമ്പിൽ ഉണ്ടാക്കുന്ന കാവുകൾ വിശ്വാസവനങ്ങൾ ആവേണ്ടതില്ല. മിയാവാക്കികൾ എന്ന ഒരുപാട് പണം ചെലവാക്കിയുള്ള കാടിൻ്റെ കടുംകൃഷിയും ആവശ്യമില്ല. പശ്ചാത്തലമൊരുക്കിയ ശേഷം മനുഷ്യൻ മാറി നിൽക്കുകയും കാലത്തിനും പ്രകൃതിക്കും വേണ്ടത്ര സമയം കൊടുത്ത് ഒരു പച്ചത്തുരത്തിന് ഉണ്ടാവാൻ വിടുകയുമേ വേണ്ടൂ. അത് പുറത്തുവിടുന്ന ഓക്സിജൻ അളവ് എത്രയെങ്കിലും ആകട്ടെ, കാർബൺ ആഗിരണത്തിലൂടെ തന്നാലായത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നൽകട്ടെ. അതിലുപരി അത് പുറത്തുവിടുന്ന നനവുള്ള തണലുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. 40-45 ഡിഗ്രിയിലെത്തുന്ന ദൈനംദിന താപത്തിനിടയിലും ഗൃഹവാസം സാധ്യമാക്കാൻ ഇത് സഹായിക്കും. ഓന്തിനും മരണയ്ക്കും നാഗമോഹം പക്ഷിക്കും ഇത് അഭയവും ആരൂഢവുമാകും. അവിടെ കൂട്ടുകൂടിയ പക്ഷികൾ 2-4 പെരുകുമ്പോൾ വീടുപകത്ത് മറ്റൊരു പച്ചപ്പ് തേടിപ്പോകും. ഈ സ്പില്ലിംഗ് ഓവർ എന്നും പക്ഷികൾ പാടുന്ന ലോകമാക്കി നാടിനെ മാറ്റിത്തീർക്കും. അവ അജ്ഞാത ദേശങ്ങളിൽ നിന്നും പേരറിയാത്ത വിത്തുകൾ കൊണ്ടുവന്ന് മുളപ്പിക്കും. പൂമ്പാറ്റകൾ പുഴുത്തീറ്റയായ ചെടികൾ തേടി കാട്ടിലെത്തി മുട്ട വെച്ചു പോകും. ഒറ്റമരമല്ല, ഇത്തരം വീട്ടുകാവുകളാണ് ഇനി അങ്ങോട്ട് പ്രതീക്ഷ. മനുഷ്യനും തിര്യക്കുകളും രമ്യതയോടെ ഒത്തുവാഴുന്ന ഒരിടം. വരാനിരിക്കുന്ന കൊടും ഗ്രീഷ്മകാലങ്ങളിൽ ലോകത്തെ എല്ലാ ഗോപാലന്മാർക്കും ഗോപികമാർക്കും അഭയം തേടാനുള്ള കാവു പച്ചകൾ. ഉച്ചവെയിൽ കൃഷ്ണപ്പാട്ട് വായിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എഴുതിയ ലേഖനം.